Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് മാനേജ്മെന്റ് സയൻസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് എക്സാമിന്റെ തലേ ദിവസം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞാൽ തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് ആണ് നമ്മൾ മെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ മാനേജ്മെന്റ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രത്യേകതയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ടെങ്കിലും റിപ്പീറ്റ് ആയിട്ട് എസ്ഐക്ക് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ദെൻ 2 വെയിറ്റേജിന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ പാർട്ട് ബിയിൽ മാത്രം ചോദിക്കുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനെ മനസ്സിലാക്കി വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് പാസ്സാകാൻ സാധിക്കും. നമുക്കറിയുന്നതാണ് 60 ഗ്രേഡ് പോയിന്റ് ആണ് നമുക്ക് പാസ്സാകാൻ വേണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് 2 വെയിറ്റേജും അതുപോലെ തന്നെ 5 വെയിറ്റേജും ആണെന്ന് എപ്പോഴും പറയാറുള്ളതാണ്. കാരണം ഈ 2 പാർട്ടിൻ്റെയും പ്രത്യേകത റിപ്പീറ്റ് ചോദ്യങ്ങൾ കൂടുതലുള്ളതാണ്, ഓപ്ഷൻസ് കൂടുതലുള്ളതാണ്. സോ അതിലെ എസ്ഐയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമുക്ക് 4 എസ്ഐ ചോദ്യങ്ങൾ വരുന്നു. കൂടുതൽ 3 പ്രോബ്ലംസും 1 തിയറി ചോദ്യമാണ് വരാറ്. സോ 3 പ്രോബ്ലംസ് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് ഒരു 4 ടോപ്പിക്കിൽ നിന്നാണ് 3 പ്രോബ്ലംസ് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. നമ്പർ 1 LPPയുടെ ഒരു പ്രോബ്ലം. കൂടുതൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിന്റെ പ്രോബ്ലം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സിംപ്ലക്സ് അങ്ങനെ കണ്ടുവന്നിട്ടില്ല. വരാണെങ്കിലും നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അതിലോട്ട് പോകാം. കാരണം സിംപ്ലക്സ് ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ നിന്ന് കളയുന്നതാണ്. സോ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന LPPയുടെ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഒരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദെൻ അസൈൻമെന്റ് പ്രോബ്ലമോ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനോ ഇതിലേതെങ്കിലും ഒരെണ്ണം എസ്ഐക്കും ഒരെണ്ണം പാർട്ട് ബിയിലും നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അസൈൻമെന്റ് ഓർ ട്രാൻസ്പോർട്ടേഷൻ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ എസ്ഐക്ക് നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലെ അല്ലെങ്കിൽ എന്താണ് പ്രൊജക്ട് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്, CPMO പെർട്ടോ ഇതിലേതെങ്കിലും ഒരെണ്ണം കമ്പൽസറി ആയിട്ട് നമ്മൾ എസ്ഐക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 4 ടോപ്പിക്കിൽ നിന്ന് 3 പ്രോബ്ലംസ് ആണ് എസ്ഐക്ക് വരാറ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഈ പറയുന്ന LPP ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും അസൈൻമെന്റും ഒക്കെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ പഠിക്കണം. ഞാൻ ഇതിനേക്കാൾ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ടൈം മാറ്റി വെക്കണം. അതല്ലെങ്കിൽ ഒരു തിയറി ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ മാനേജ്മെന്റ് സയൻസ് എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം മാനേജ്മെന്റ് സയൻസ് എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസ്, സ്കോപ്പ്, അഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. പിന്നെ ഗെയിം തിയറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി, LPPയിലത്തെ തിയറി നമുക്ക് പ്രതീക്ഷിക്കാം. ആപ്ലിക്കേഷൻ ഏരിയാസ് ഓഫ് LPP റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന അങ്ങനെ ഒരു 3-4 തിയറി ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു തിയറിയും പിന്നെ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാർട്ട് സി കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് മാനേജ്മെന്റ് സയൻസിന്റെ ബേസിക് തിയറി, LPPയുടെ ആപ്ലിക്കേഷൻ, ഗെയിം തിയറിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ദെൻ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സ് ഉണ്ട്. മാർക്കൗട്ട് ചെയിൻ അനാലിസിസ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പാർട്ട് ബിയിൽ അല്ലെങ്കിൽ പാർട്ട് എയിലൊരു ചോദ്യമായിട്ടാണ്. ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാർക്കൗട്ട് ചെയിൻ ഏത് പാർട്ടിലാണ് വരാൻ സാധ്യത എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പാർട്ട് സി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കിട്ടാൻ ഒരു പാടുമില്ല, ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ പാർട്ട് എയുടെ പ്രത്യേകത 7 ചോദ്യങ്ങളിലെ 4 കോമൺ ചോദ്യങ്ങളും 3 എണ്ണം പുതിയ ചോദ്യങ്ങൾ ടഫായിട്ടുള്ളതായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ 4 ചോദ്യങ്ങളെ എങ്ങനെയാണ് വരാൻ സാധ്യത, അതാണ് നമുക്ക് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഗെയിം തിയറിയിലെ ഏതെങ്കിലും ഒരു ചോദ്യം
റിപ്പീറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതിപ്പോൾ എന്താണ് ഗെയിം തിയറി എന്നോ, അതുപോലെ തന്നെ സ്ട്രാറ്റജി ഉണ്ട്, മിക്സഡ് സ്ട്രാറ്റജി, പ്യുവർ സ്ട്രാറ്റജി, അങ്ങനെ ഒരുപാട് ടേമുകളുണ്ട് ഗെയിം തിയറിയിലെ. അതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും ഉണ്ട്, നിർബന്ധമായും പഠിക്കണം. നെക്സ്റ്റ് നെറ്റ്വർക്ക് അനാലിസിസിൽ CPM, പെർട്ട്, സ്ലാക്ക്, ഫ്ലോട്ട് ടേമുകൾ ഒരുപാടുണ്ട്. ഈ പറയുന്ന റിപ്പീറ്റ് ആയിട്ടുള്ളത് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരും. അപ്പോൾ ഈ പറയുന്ന ചാപ്റ്ററുകളിലെ റിപ്പീറ്റ് ചോദ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിർബന്ധമായും നോക്കിയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് LPPയിൽ ഫീസിബിൾ റീജിയൻ, പിന്നെ നേരത്തെ ഗെയിം തിയറിയിൽ മിനിമാക്സ്, മാക്സിമിൻ, അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ്. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അസൈൻമെന്റിൽ റിപ്പീറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, എന്താണ് അസൈൻമെന്റ് പ്രോബ്ലം, അങ്ങനെയുള്ള ബേസിക് ടോപ്പിക്കുകൾ. പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റിലെ EOQ എന്താണ്, VD അനാലിസിസ്, ABC, അങ്ങനെയുള്ള എന്താണ് ഡിറക്റ്റ് ചോദ്യങ്ങൾ പലപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ക്യൂയിങ് തിയറിയിൽ എന്താണ് ക്യൂയിങ് തിയറി, ഒരുപാട് ടേമുകളുണ്ട്. ക്യൂ സിസ്റ്റം എന്താണ്, ആവറേജ് ലെങ്ത്, അങ്ങനെയൊക്കെ ഓഫ് ക്യൂ, ഒരുപാട് ടേമുകളില്ലേ, അതിലേതെങ്കിലും ഒരെണ്ണം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കോവ് ചെയിൻ അനാലിസിസ് എന്താണെന്നുള്ളത് പാർട്ട് ബിയിലോ പാർട്ട് എയിലോ പ്രതീക്ഷിക്കാം. അതിന്റെ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ദെൻ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ മാനേജ്മെന്റ് സയൻസ് എന്താണ്, മോഡൽ എന്താണ്, ഡിറ്റർമിനിസ്റ്റിക് മോഡല്, പല മോഡൽസിലെ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്. ഇങ്ങനെ 7 ചോദ്യത്തില് ഒരു 4 എണ്ണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ റിപ്പീറ്റ് ഏരിയാസിലെ 4 എണ്ണം ആയിരിക്കും. അതല്ലാണ്ട് പുതിയ 3 ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മാറി വരുന്നതാണ്. എങ്ങനെയൊക്കെയാണ് സമീപിക്കേണ്ടത്? ഇപ്പോൾ നെറ്റ്വർക്ക് അനാലിസിസിൽ റിപ്പീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഫ്ലോട്ട്, സ്ലാക്ക്, CPM, പെർട്ട്, അങ്ങനത്തെ ഇവന്റ് എന്താണ്, കുറെ ടേമുകൾ. ഗെയിം തിയറിയിൽ മിനിമാക്സ്, മാക്സിമിൻ, പ്രിൻസിപ്പിൾസ്, പ്യുവർ സ്ട്രാറ്റജി, മിക്സഡ് സ്ട്രാറ്റജി, എന്താണ് ഗെയിം തിയറി, പേ ഓഫ് മെട്രിക്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് റിപ്പീറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ LPPയിൽ ഫീസിബിൾ റീജിയൻ, ഒപ്റ്റിമൽ സൊല്യൂഷൻ, തിയറി ഓഫ് കൺസ്ട്രെയിൻസ്, ഇങ്ങനെ ടേമുകൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് മാനേജ്മെന്റ് സയൻസ് എന്താണ്, അതിൽ മോഡല്, ഡിറ്റർമിനിസ്റ്റിക് മോഡല്, പല മോഡൽസിൽ ഏതെങ്കിലും. ദെൻ ക്യൂയിങ് തിയറിയിലെ ഈ പറയുന്ന ക്യൂയിങ് സിസ്റ്റം, അതിലെ ടേമുകളിലെ ഏതെങ്കിലും ഒരെണ്ണം. അങ്ങനെ ഓരോ ചാപ്റ്റർ റിപ്പീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന് ഒരു 4 എണ്ണം കിട്ടാൻ ഒരു പാടില്ല. 3 എണ്ണം എന്തായാലും പുതിയ ചോദ്യങ്ങളായിരിക്കും. ഇതാണ് പാർട്ട് എ. അങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ പാർട്ട് എയും സിയും ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് 60 ഗ്രേഡ് പോയിന്റ് അല്ല അതിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്ത് പാസ്സാകാൻ സാധിക്കും, പുഷ്പം പോലെ. നെക്സ്റ്റ് പാർട്ട് ബിയിലോട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഹൈ സ്കോർ കിട്ടുന്നതാണ്. പാർട്ട് ബിയുടെ പ്രത്യേകത നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ആണ് പ്രതീക്ഷിക്കുന്നത്. LPPയുടെ ഒരു പ്രോബ്ലം, മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഥ പറഞ്ഞിട്ട് മാത്തമാറ്റിക്കലി ഇതൊക്കെയാണ് സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ആ ഫസ്റ്റ് സ്റ്റെപ്പ്, അതൊരു പ്രോബ്ലം എപ്പോഴും വരുന്നതാണ്. ഗെയിം തിയറിയുടെ ഒരു പ്രോബ്ലം, ദെൻ ക്യൂയിങ് തിയറിയുടെ ഒരു പ്രോബ്ലം റിപ്പീറ്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമോ അസൈൻമെന്റ് പ്രോബ്ലമോ ഇതിലേതെങ്കിലും ഒരു പ്രോബ്ലം. ദെൻ ഇൻവെന്ററി മാനേജ്മെന്റിൽ EOQന്റെ ഒരു പ്രോബ്ലം റിപ്പീറ്റ് ആണ്. മാർക്കോവ് ചെയിൻ അനാലിസിസിന്റെ തിയറി, മാനേജ്മെന്റ് സയൻസിന്റെ ബേസിക്സിൽ നിന്നുള്ള തിയറി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പാർട്ട് ബിയിൽ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കും. പിന്നെ നെറ്റ്വർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്ന് വരാറുണ്ട്. തിയറി ആയിട്ട് CPM-ഉം പെർട്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഗെയിം തിയറിയുടെ ആ ബേസിക് തിയറി. അപ്പൊ ഇതൊക്കെ നമുക്ക് തിയറി ആയിട്ടും പ്രതീക്ഷിക്കാം പാർട്ട് ബിയിൽ. കൂടുതൽ ഒരു തിയറിയും 6 പ്രോബ്ലംസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ചില സമയത്ത് 2 തിയറിയും 5 പ്രോബ്ലംസും വരാറുണ്ട്. ഇങ്ങനെയാണ് പാർട്ട് ബി. പാർട്ട് ബിയിൽ ഞാൻ പറഞ്ഞു ക്യൂയിങ് തിയറി, ഗെയിം തിയറി, ഇതൊക്കെ പാർട്ട് ബിയിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ടോ. ഇൻവെന്ററി മാനേജ്മെന്റിലത്തെ ഇതൊക്കെ പാർട്ട് ബിയിലാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതൊക്കെ അത്രയ്ക്ക് മാത്രം സ്കോപ്പുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സമീപനം ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളെ പാർട്ട് എയും പാർട്ട് സിയും ഫോക്കസ് ചെയ്താൽ തന്നെ ചിലപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ പല ടോപ്പിക്കുകളും പാർട്ട് ബിയിലും കാണാൻ സാധിക്കും. ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രസന്റ് ചെയ്യാം. ദെൻ കുട്ടികളുടെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, നെറ്റ്വർക്ക് അനാലിസിസിലെ ആ നെറ്റ്വർക്ക് വരയ്ക്കേണ്ട പിക്ചർ അത് ബുക്കിൽ അതേപോലെ തന്നെ വരയ്ക്കണം. അതല്ല, ആ ഓർഡർ കീപ്പ് ചെയ്യണം എന്ന് മാത്രം. പലപ്പോഴും എന്താ പറയുക, ബുക്കിൽ നമ്മൾ ഒരു നെറ്റ്വർക്ക് വരയ്ക്കുമ്പോൾ അതുപോലെ ആവണില്ലേ ഞാൻ വരയ്ക്കുന്നത് ചോദിക്കാറുണ്ട്. പിക്ചറിനെല്ല ഇമ്പോർട്ടൻസ് അവർ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം, അതാണ് വേണ്ടത്. ഡയഗ്രത്തിന്റെ ഭംഗിയിലല്ല കാര്യം,
ആൻസറിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സിൽ പറയാനുള്ള. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.